പോരാളി അധ്യായം 5. ഇവിടെ എത്തിയിരിക്കുന്ന രാഷ്ട്രീയ കുപ്പായം അണിഞ്ഞവരുടെ ലക്ഷ്യം മറ്റു പലതുമാണെന്ന് ചിന്തിക്കുവാൻ SP ജയശങ്കർക്ക് അധികനേരം വേണ്ടി വന്നില്ല. നാളത്തെ പത്രങ്ങളിൽ 6 കോളം വാർത്തയുണ്ടാക്കണം. അക്കൂട്ടത്തിൽ ഒരു രക്തസാക്ഷിയെ കൂടി കിട്ടിയാൽ ബഹുകേമമായി. മുദ്രാവാക്യം വിളി സഭ്യതയുടെ സീമകളും ലംഘിച്ച് മുന്നേറുകയാണ്. പോലീസിനെയും കളക്ടറെയും അവർ അറിയാവുന്ന തെറികളൊക്കെ ചേർത്ത് അഭിസംബോധന ചെയ്യുകയാണ്. അവർക്കിടയിലൂടെ വെളുത്ത കുപ്പായം ധരിച്ച ഒരു മാന്യൻ മുന്നോട്ട് വന്നു. സ്ഥലം MLA നാട്ടകം ചന്ദ്രൻ. ജയശങ്കറെ നോക്കി അയാൾ ഒന്ന് ചിരിച്ചു. എന്താ SP സാറേ, ഭരണകക്ഷിയുടെ ആൾക്കാരായിട്ടും ഞങ്ങൾക്ക് ഒന്ന് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ സ്വാതന്ത്ര്യമില്ലെന്നാണോ? ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എനിക്ക് ഒന്നുപോലെയേ ഉള്ളൂ മിസ്റ്റർ ചന്ദ്രൻ. നിങ്ങൾ പ്രതിഷേധിക്കേണ്ടെന്നോ പ്രതികരിക്കേണ്ടെന്നോ ഞാൻ പറഞ്ഞുമില്ല. പക്ഷേ അതിനായി ഒരു കളക്ട്രേറ്റ് വളപ്പിലേക്ക് കടക്കാൻ മാത്രം ഞാൻ അനുവദിക്കില്ല. ഉറപ്പാണോ? നാട്ടകം ചന്ദ്രൻ ഒരടി കൂടി മുന്നോട്ട് നീങ്ങി നിന്നു. അതെ, ഞാനൊരു MLA ആണ്. തർക്കം മൂത്താൽ കുഴപ്പമാകുമെന്ന് DYSP മൈക്കിളിന് തോന്നി. ഒരു പ്രശ്നമുണ്ടാക്കിയാൽ മേലുകീഴ് നോക്കാത്തവനാണ് SP സാർ. മൈക്കിൾ മുന്നോട്ട് വന്നു. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾ സമാധാനപരമായി പിരിഞ്ഞു പോകണം. താൻ പോടൂ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് ഞാൻ. പോരെങ്കിൽ ആഭ്യന്തരം ഞങ്ങളുടെ ഗ്രൂപ്പിനാണ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടോ, അല്ലെങ്കിൽ വട്ട് തട്ടുന്നത് പോലെ നിങ്ങളെ ഞാൻ തട്ടിക്കളിക്കും. ജയശങ്കറുടെ ക്ഷമ നശിക്കുകയായിരുന്നു. മൈക്കിൾ അത് മനസ്സിലാക്കി. ചന്ദ്രന്റെ അനുയായികൾ കാതോർക്കുകയാണ്. മര്യാദയ്ക്ക് വഴിമാറ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വലയം ഭേദിച്ച് അകത്ത് കടക്കേണ്ടി വരും. ജയശങ്കറുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. കണ്ണുകളിൽ വന്യമായ തിളക്കം മിന്നിമറഞ്ഞു. മൈക്കിളിന് അപകടം മണത്തു. അയാൾ പോലീസുകാരെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അവരും ഗ്രഹിച്ചു. ഞങ്ങളെ തടഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലേണ്ടി വരും. അങ്ങനെ വന്നാൽ കൊണ്ടും കൊടുത്തും പാർട്ടി വളർത്തിയവരാ ഞങ്ങൾ. മുന്നോട്ടും പിന്നോട്ടും നോക്കില്ല. പോലീസാണെന്ന് കത്തിമുനകൾക്കറിയില്ല. കുത്തിക്കീറും ഞങ്ങൾ. മറ്റൊരു കണ്ണൂർ ഇവിടെ ആവർത്തിക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ MLAക്ക് വാശിയായി. ഒരു പട്ടി പോലും ഞങ്ങൾക്കെതിരെ കുരയ്ക്കില്ല. അതുകൊണ്ട് ജീവൻ വേണേൽ മാറിക്കോ. ഭ നായിന്റെ മോനെ, നിർത്തല നിന്റെ പ്രസംഗം. SP ജയശങ്കറുടെ അലർച്ച അവിടെ ഇടിമുഴക്കം സൃഷ്ടിച്ചു. എന്ത് കുന്തമാടാ നീ പോലീസിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ അമ്മയുടെ അങ്ങത്തെ സെക്രട്ടറി പറയുന്നത് കേട്ട് പിന്നാലെ വരുന്ന അണികളാണെന്നോ? നിന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല നീ MLA ആയതെന്ന് അറിയാമല്ലോ. നാറിയ രാഷ്ട്രീയത്തിന്റെ പുഴുത്തളിഞ്ഞ പിൻബലം കൊണ്ട്. പക്ഷേ ജയശങ്കറോട് കളിക്കല്ലേടാ പുല്ലേ. നിന്നെ ഞാൻ തെരുവ് പട്ടിയേക്കാൾ തരം താഴ്ത്തും. വിളറി വെളുത്തുപോയി നാട്ടകം ചന്ദ്രൻ. ഛേ, തന്റെ അണികൾക്ക് മുന്നിൽ വെച്ച് എന്തു പറഞ്ഞടാവ് താൻ? അയാൾ മുന്നോട്ട് കുതിക്കാൻ ഭാവിച്ചു. അനങ്ങരുത്. ജയശങ്കർ കെയിൻ ചൂണ്ടി. ഇവിടെ ഇട്ട് നിന്നെ ഞാൻ തീർക്കും. പൊടുന്നനെ ചന്ദ്രൻ വെട്ടിത്തിരിഞ്ഞു. അണികളെ നോക്കി കൈ ചുരുട്ടി മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളി തുടങ്ങി. പോലീസിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക, പോലീസ് നീതി പാലിക്കുക. അണികൾ ഏറ്റുവിളിച്ചു. അവർ കൊടിക്കമ്പുകളിൽ മുറുകെ പിടിച്ചു. അവ വെറും കമ്പുകളല്ല, മറിച്ച് കുറുവടികളാണെന്ന് ജയശങ്കർ കണ്ടു. പോലീസും ഒരുങ്ങി നിൽക്കുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് MLAയും അണികളും മുന്നോട്ട് വന്നു. പോലീസ് ലാത്തി കുറുകെ പിടിച്ചു തടഞ്ഞു. ഉന്തും തള്ളുമായി. മനഃപൂർവ്വം ലാത്തിചാർജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു പാർട്ടിക്കാർ. പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് അവർക്ക് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒരാൾ തിരക്കിനിടയിൽ കൊടിക്കമ്പ് തിരിച്ചു പിടിക്കുന്നതും പോലീസുകാരന്റെ ശിരസ് ലാക്കാക്കി ആഞ്ഞടിക്കുന്നതും ജയശങ്കർ കണ്ടു. ചാർജ് അലറുകയായിരുന്നു അയാൾ. പോലീസ് ലാത്തി വീശി. പാർട്ടിക്കാർ കൊടിക്കമ്പുകൾ തിരിച്ചു പിടിച്ചു. പൊരിഞ്ഞ അടി തുടങ്ങി. MLA നാട്ടകം ചന്ദ്രൻ അടി വാങ്ങാതെ പിന്നോട്ട് മാറുന്നത് ജയശങ്കർ കണ്ടു. ജയശങ്കർ കുതിച്ചെത്തി അയാളെ തടഞ്ഞു. നേതാവ് നിന്നാട്ടെ, അണികളെ മാത്രം തല്ലുകൊള്ളിക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ വിളറിപ്പോയി. ജയശങ്കർ അയാളെ അടി നടക്കുന്നിടത്തേക്ക് തള്ളി. ഒരു അനുയായിയുടെ ലക്ഷ്യം തെറ്റിയ അടി ചന്ദ്രന്റെ ശിരസിലേറ്റു. നിലവിളിയോടെ അയാൾ നിലം പതിച്ചു. പോലീസുകാർ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ രംഗം ശാന്തം. കുറെ പേരെ കസ്റ്റഡിയിലെടുത്തു. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ MLAയും ഉണ്ടായിരുന്നു. SP ജയശങ്കർ കളക്ടർ സേതു പാർവതിയുടെ മുന്നിലെത്തി. വിഷാദമൂകയായി ഇരിക്കുകയായിരുന്നു അവൾ. 32 വയസ്സിലധികം കാണില്ല സേതു പാർവതിക്ക്. വിവാഹം 6 വർഷങ്ങൾക്ക് മുമ്പ് നടന്നെങ്കിലും ആദ്യ രാത്രിയിൽ തന്നെ നക്സലൈറ്റുകളുടെ വെട്ടേറ്റ് ഭർത്താവ് മരിക്കുകയായിരുന്നു. അതിനുശേഷം അവൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. രാജകുടുംബാംഗമാണെങ്കിലും സേതു പാർവതിക്ക് ഇന്ന് പാരമ്പര്യ സ്വത്തുക്കളോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ ഒന്നുമില്ല. അവൾ കാട്ടിയ കസേരയിൽ അയാൾ ഇരുന്നു. മിസ്റ്റർ ജയശങ്കർ, സേതു പാർവതി നിവർന്നിരുന്നു. അവർക്ക് എന്നോടുള്ള പക ഇനിയും തീർന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ. ഒന്നും മനസ്സിലായില്ല ജയശങ്കർക്ക്.
കളക്ടർ വിഷാദം പുരണ്ട ഒരു മന്ദഹാസത്തോടെ തുടർന്നു. ഒരിക്കൽ പാർട്ടിയുടെ ഏതു നയങ്ങൾക്ക് മുന്നിലും ഞാനുണ്ടായിരുന്നു. നിരാഹാരം കിടക്കാനും പോലീസിന്റെ ലാത്തിയടിയേൽക്കാനും എല്ലാം. പക്ഷേ പലപ്പോഴും സേതു പാർവതിയുടെ ഫോട്ടോ പത്രങ്ങളിൽ വരുന്നത് ജയശങ്കർ ഓർത്തു. പോലീസിന്റെ ലാത്തിയടിയേറ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ചിത്രങ്ങൾ തന്നെ ധാരാളമുണ്ടായിരുന്നു. അന്നൊക്കെ താൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ എന്ന്. അവിടെയാണ് എന്നോടുള്ള പകയുടെ തുടക്കം. ഇന്ന് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മാന്യൻ സ്വന്തം മകളാകാൻ പ്രായം പോലുമില്ലാത്ത എന്റെ മേനി കണ്ടപ്പോൾ ഇളകിപ്പോയി. എനിക്കയാളെ ചെരിപ്പൂരി തല്ലേണ്ടി വന്നു. ആരും അറിഞ്ഞില്ലെന്ന് കരുതിയ ആ സംഭവം പലരും അറിഞ്ഞപ്പോൾ അച്ചടക്ക ലംഘനത്തിന്റെ പേര് പറഞ്ഞ് എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അതോടെ ഇനിമേൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ പാർട്ടിക്കാർ എന്നെ മറന്നില്ല, എന്നും ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ പത്തനംതിട്ടയിലിരുന്നപ്പോൾ പിടിച്ചെടുക്കപ്പെട്ട ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് പാർട്ടിക്കാരുടേതായിരുന്നു എന്നതിന്റെ പേരിൽ അവിടെയും എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, പ്രചരണങ്ങളായിരുന്നു. വിടാതെ പിന്തുടരുകയാണ് അവർ എന്നെ. എന്റെ ഭർത്താവിന്റെ മരണം പോലും അത്തരമൊരു കെണിയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. മാഡം, ഞെട്ടിപ്പോയി ജയശങ്കർ. വാട്ട് യു മീൻ? യെസ് മിസ്റ്റർ ജയശങ്കർ. അപ്പോൾ നക്സലൈറ്റ്? അതിൽ പോലും എനിക്ക് ഇപ്പോൾ സംശയങ്ങളുണ്ട്. ആ വിഷയം കൂടുതൽ ദീർഘിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ ഒഴിഞ്ഞു മാറി. ചിലപ്പോൾ തോന്നും എല്ലാം ഇട്ടെറിഞ്ഞ് എവിടേക്കെങ്കിലും പോകണമെന്ന്. പിന്നെ വിചാരിക്കും ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടരുതെന്ന്. പക്ഷേ എല്ലാം ഉപേക്ഷിച്ചാൽ പോലും അവർ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അന്ന് സേതു പാർവതിയുടെ ശരീരത്തോട് ആർത്തി കാട്ടിയ നേതാവ് ആരെന്നറിയാൻ ജയശങ്കർക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ചോദിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതിനാൽ മൗനം പാലിച്ചതേയുള്ളൂ. സേതു പാർവതി തുടർന്നു. ഇവിടുത്തെ കാര്യം തന്നെ എടുക്കാം. വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്കെല്ലാം ആശ്വാസധനം അനുവദിച്ചു. അത് അവരുടെ പാർട്ടി നോക്കിയിട്ടല്ല, നഷ്ടങ്ങൾ നോക്കിയിട്ടാണ്. കിട്ടിയ അപേക്ഷകളിൽ പലതും ഒരു പൈസയുടെ പോലും നാശം ഉണ്ടാകാത്തവരുടേതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാം വിശദമായി അന്വേഷിച്ചറിഞ്ഞതിന് ശേഷമാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. എന്നിട്ടും കണ്ടില്ലേ, കളക്ടർ പക്ഷപാതപരമായ തീരുമാനം എടുത്തെന്ന്. പിന്നെയും കുറെ നേരം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ജയശങ്കർ അവിടെ നിന്നിറങ്ങിയത്. ലാത്തിചാർജിൽ പരിക്കേറ്റ പോലീസുകാരെയും പാർട്ടിക്കാരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ജയശങ്കറുടെ ടാറ്റ സുമോ അവിടേക്ക് കുതിക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു കല്ല് ചീറി വന്ന് സുമോയുടെ മുൻ ഗ്ലാസിൽ തറഞ്ഞു. ഗ്ലാസ് ചിതറിപ്പോയി. അധ്യായം 6. അത് അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ SP ജയശങ്കർ അറിയാതെ ഞെട്ടി. കാൽ യാന്ത്രികമായി ബ്രേക്കിൽ ആഞ്ഞമർന്നു. അപ്പോൾ ചിതറിത്തെറിച്ച ഗ്ലാസ് കഷ്ണങ്ങൾ മുത്തുമണികൾ പോലെ അയാളുടെ മടിയിലേക്ക് വീണു. സുമോയുടെ ടയർ തറയിൽ ഉരഞ്ഞു കത്തിയതിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പരന്നു. റോഡിൽ മറ്റ് വാഹനങ്ങളൊന്നും കാണാഞ്ഞപ്പോൾ ജയശങ്കറിന് അത്ഭുതമാണുണ്ടായത്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണല്ലോ. എന്നാൽ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ ജയശങ്കറുടെ വണ്ടി കടന്നുപോയ ഉടനെ പിന്നാലെ വന്ന വാഹനങ്ങൾ ചിലർ തടഞ്ഞു നിർത്തിയിരുന്നു. മാരകായുധങ്ങളുമായി ഒരു സംഘം ആൾക്കാരാണത് ചെയ്തത്. എന്നിട്ടുടൻ തന്നെ അവർ മൊബൈൽ ഫോണിലൂടെ ആർക്കോ സന്ദേശം അയച്ചു. അപ്പോൾ തന്നെ എതിരെ വന്ന വാഹനങ്ങളും 3-4 കിലോമീറ്ററുകൾക്കകലെ വെച്ച് ചിലർ തടഞ്ഞു. അതുകൊണ്ടാണിപ്പോൾ റോഡിൽ വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നത്. സുമോയിൽ നിന്നിറങ്ങാതെ തന്നെ ജയശങ്കർ ചുറ്റും നോക്കി. റോഡിന് ഇടതുഭാഗത്ത് പൊന്തക്കാടുകളാണ്. അതിന് പിന്നിൽ നിന്നാണ് കല്ല് ചീറി വന്നതെന്ന് തോന്നി. SP-യുടെ വലത് കൈ റിവോൾവറിലേക്ക് നീങ്ങി. ആ ക്ഷണം തുരുതുരെ കല്ലുകൾ ചീറി വന്നു. ഗ്ലാസുകൾ പിന്നെയും ചിതറി. ഇവിടെ തന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് കഴിവതും വേഗത്തിൽ രക്ഷപ്പെടുകയാണ് ഉചിതമെന്ന് ജയശങ്കറുടെ അന്തരംഗം മന്ത്രിച്ചു. ക്ഷണത്തിൽ അയാൾ ഗിയർ ചേഞ്ച് ചെയ്തു. ആക്സിലേറ്റർ ഞെരിഞ്ഞു. വെടിയുണ്ട പോലെ സുമോ പാഞ്ഞുപോയി. ശത്രുക്കൾ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈര രക്ഷപ്പെട്ട വിവരം അപ്പോൾ തന്നെ അറിയേണ്ടവർ അറിഞ്ഞു. വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നവർ ക്ഷണത്തിൽ എവിടെയോ മറഞ്ഞു. മെഡിക്കൽ കോളേജിനരികിൽ എത്തിയപ്പോൾ ജയശങ്കർ ഉച്ചഭാഷിണിയിലൂടെയുള്ള ശബ്ദം കേട്ടു. ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് അടുത്ത ദിവസം ഹർത്താൽ. ഭരണകക്ഷിയുടെ ആഹ്വാനമാണ്. മെഡിക്കൽ കോളേജ്. ജയശങ്കർ അവിടെ എത്തുമ്പോൾ കുറെ പാർട്ടിക്കാർ അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു. അയാളെ കണ്ടതും അവർ മുദ്രാവാക്യങ്ങൾ മുഴക്കി. അത് ശ്രദ്ധിക്കാതെ ജയശങ്കർ അകത്തേക്ക് നടന്നു. വൈകിട്ട് 5 മണി. SP ഓഫീസിന് മുന്നിൽ ഒരു കൂട്ടം പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വാർത്തകൾ അപ്പപ്പോൾ തലസ്ഥാനത്തേക്ക് പറക്കുന്നുണ്ടായിരുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട ആൾക്കാരെയാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്. IG-യുടെ മെസ്സേജ് SP-ക്ക്. ഉടൻ തന്നെ മുന്നിൽ ഹാജരാകുക. സുമ വർക്ക്ഷോപ്പിലാണ്. മറ്റൊരു ജീപ്പിലാണ് ജയശങ്കർ IG ഓഫീസിലെത്തിയത്.
ഹാഫ് ഡോറിന് മുന്നിൽ അയാൾ നിന്നു. മൃദുവായി തട്ടി. മേ ഐ കമിൻ സാർ? യെസ്. അകത്തു നിന്നും ശാന്തഗംഭീരമായ ശബ്ദം. ജയശങ്കർ അകത്തേക്ക് കാൽവെച്ചു. ഐ ജി തലയുയർത്തി. കണ്ണടയ്ക്ക് പിന്നിൽ രോഷം തിങ്ങിയ കണ്ണുകൾ. അയാൾ അറ്റൻഷനായി. താൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അത് ശ്രദ്ധിക്കാതെ അദ്ദേഹം ശബ്ദമുയർത്തി. സാർ. ചുളിഞ്ഞ നെറ്റിയോടെ അമ്പരപ്പ് ഭാവിച്ച് അയാൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല സാർ. ഷട്ടപ്പ്. താനൊരുത്തൻ കാരണം എനിക്കിവിടെ ഇരിക്കപ്പൊറുതി ഇല്ലാതായിരിക്കുന്നു. ജയശങ്കർ മിണ്ടിയില്ല. ഐ ജി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിയട്ടെ. പക്ഷേ പൊടുന്നനെ ഫോൺ ശബ്ദിച്ചു. ജയശങ്കറെ ഒന്നുകൂടി തറച്ചു നോക്കിയിട്ട് ഐ ജി മഹേന്ദ്രവർമ്മ റിസീവർ എടുത്തു. റിസീവർ വെച്ചിട്ട് മഹേന്ദ്രവർമ്മ ജയശങ്കറെ നോക്കി ഗർജിച്ചു. യു ബ്ലഡി. ജയശങ്കർ കൗതുകത്തോടെ അദ്ദേഹത്തെ നോക്കി. ഐ ജിയുടെ മുഷ്ടിക്കുള്ളിൽ പേപ്പർ വെയിറ്റ് ഞെരിഞ്ഞമർന്നു. ഈ കേരള സംസ്ഥാനത്ത് ഇനി കുറച്ചു ദിവസത്തേക്ക് എന്തൊക്കെ നടന്നാലും അതിന് മുഴുവൻ ഉത്തരം പറയേണ്ടി വരുന്നത് താനൊരുത്തനായിരിക്കും. മഹേന്ദ്രവർമ്മ ജയശങ്കർക്ക് നേരെ വിരൽ ചൂണ്ടി. സാർ, ഞാൻ അതിന്. ഷട്ടപ്പ്. എന്ത് കാട്ടിയെന്ന് ചോദിക്കാൻ ഭാവിക്കുകയായിരിക്കും. കടന്നൽ കൂട്ടത്തിലാണ് താൻ കല്ലെറിഞ്ഞിരിക്കുന്നത്. പോരെങ്കിൽ അവർ ഭരണകക്ഷിക്കാരും. കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് താൻ അറിയുന്നില്ലേ? പോലീസിന് പുല്ലുവിലയാ അവിടെ. അണ്ടർസ്റ്റാൻഡ്? ജയശങ്കറുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം മിന്നിപ്പൊലിഞ്ഞു. സാർ, ഇത്തരം ഘട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ മാർഗമാണ് ഞാനും അവലംബിച്ചത്. ഒരു ലാത്തി ചാർജ് അവിടെ നടത്താതിരുന്നെങ്കിൽ പോലീസുകാരിൽ ഏറിയ പങ്കും അവിടെ പിടഞ്ഞു തീർന്നേനെ. കളക്ട്രേറ്റിൽ ഒന്നും തന്നെ ബാക്കി കാണുമായിരുന്നില്ല. ഞാനല്ല, മറ്റാരായിരുന്നാലും ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചേനെ. മഹേന്ദ്രവർമ്മ ജയശങ്കറുടെ മുഖത്തു നിന്നും ദൃഷ്ടികൾ പിൻവലിച്ചില്ല. അയാൾ തുടർന്നു. കാക്കി അണിഞ്ഞുപോയി എന്ന കുറ്റം കൊണ്ട് ഭരിക്കുന്ന പാർട്ടിക്കാരുടെ നായ്ക്കൾക്ക് അണ്ടർവെയർ ധരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അതിന് എന്നെ കെട്ടില്ല. ജയശങ്കർ. യെസ്. സാറങ്ങ് എസ് പി ആയിരിക്കുമ്പോൾ വെടിവെപ്പ് വരെ നടന്നിട്ടില്ലേ? അതിന്റെ പേരിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അന്നെന്താ അങ്ങനെ ചെയ്തുകൂടാ എന്ന് അങ്ങ് ചിന്തിക്കാതിരുന്നത്? മഹേന്ദ്രവർമ്മയ്ക്ക് ഉത്തരം മുട്ടി. എനിക്കറിയാം സാർ, ആ സാഹചര്യം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതേക്കുറിച്ച് മനസ്സിലാകൂ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ കോട്ടയത്ത് മറ്റൊരു കണ്ണൂർ ഒരിക്കലും ആവർത്തിക്കില്ല സാർ. അതിന് ഞാൻ അനുവദിക്കില്ല. അഥവാ അങ്ങനെ വന്നാൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആരാണെങ്കിലും ശരി, എത്ര വലിയ ലഹളയാണെങ്കിലും ശരി, ചങ്കറപ്പുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മണിക്കൂറുകൾക്കുള്ളിൽ അത് അമർച്ച ചെയ്യാൻ കഴിയും. മുകളിൽ നിന്നും പ്രതികരിക്കരുത് എന്നുള്ള പ്രഷർ ഉണ്ടാകാതിരുന്നാൽ മതി. ജയശങ്കർ പറയുന്നത് സത്യമാണെന്ന് മഹേന്ദ്രവർമ്മയ്ക്കും അറിയാമായിരുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യത്തിൽ നിന്നും ഒരുപാട് അകന്നുപോയി ജയശങ്കർ. ഇന്നത്തെ സംഭവത്തിന് താൻ എനിക്ക് രേഖാമൂലം എക്സ്പ്ലനേഷൻ തരേണ്ടി വരും സാർ. മാത്രമല്ല, ഇനി ഒരു ലാത്തി ചാർജ് പോലും എന്റെ അനുവാദം കൂടാതെ നടക്കരുത്. സോറി സാർ, അങ്ങനെ ഒരു ഉറപ്പ് തരുവാൻ ബുദ്ധിമുട്ടുണ്ട്. വൈ സോ? മഹേന്ദ്രവർമ്മ നെറ്റിച്ചുളിച്ചു. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവമുണ്ടായാൽ ആ നേരത്ത് അങ്ങയുടെ അനുവാദത്തിന് കാത്തുനിന്നാൽ ഒരു പക്ഷേ ശവങ്ങളുടെ കണക്കുകൾ കൂടി അങ്ങ് എന്നോട് ചോദിച്ചെന്നിരിക്കും. ഐ ജി സ്തബ്ധനായി. ജയശങ്കർ പിന്നെയും പറഞ്ഞു. മനസാക്ഷിക്ക് നിരക്കാത്തത് വല്ലതും ചെയ്യേണ്ടി വന്നാൽ ആ നിമിഷം ഞാനീ കുപ്പായം അഴിച്ചെറിയും സാർ. അയാൾ കീശയിൽ നിന്നും ഒരു കവർ എടുത്തു. ദിസ് ഈസ് മൈ റിസൈനിങ് ലെറ്റർ. ആവശ്യം ഏതു സമയത്തുണ്ടായാലും ഉപയോഗിക്കാനായി സദാ കീശയിൽ കൊണ്ട് നടക്കുന്നു. ദെൻ യു ക്യാൻ ഗോ സാർ. അയാൾ അറ്റൻഷനായി. പിന്നെ തിരിഞ്ഞു നടന്നു. ഹാഫ് ഡോർ തുറന്നടഞ്ഞു. ഐ ജി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വൈകിട്ടായപ്പോഴേക്കും ജയശങ്കറുടെ സുമോ ഗ്ലാസുകൾ മാറ്റിക്കിട്ടി. പിറ്റേന്ന് ഹർത്താലായതിനാൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ കൈക്കൊള്ളുന്നതിനുള്ള തിരക്കിലായിരുന്നു പിന്നീട് ജയശങ്കർ. എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് അയാൾ ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ രാത്രി 2 മണി കഴിഞ്ഞിരുന്നു. വാസ്തവത്തിൽ അന്നയാൾക്ക് അത്താഴം പോലും കഴിക്കാനായില്ല എന്നത് മനഃപൂർവ്വം മറക്കേണ്ടി വന്നു. ഒന്ന് കിടന്നുകളയാം എന്ന് കരുതി കട്ടിലിലേക്ക് അമർന്നതേയുള്ളൂ. ആ നിമിഷം ഫോൺ ശബ്ദിച്ചു. അയാൾ അറ്റൻഡ് ചെയ്തു. എസ് പി ജയശങ്കർ ഹിയർ. ചെറ്റെ, നിന്റെ അമ്മയടങ്ങത്തെ ഒരു എസ് പി. അപ്പുറത്തു നിന്നും മദ്യത്തിന്റെ കുഴഞ്ഞ വാക്കുകൾ. നാളത്തെ ഹർത്താൽ കഴിഞ്ഞാൽ നീയും ജീവനോടെ ഉണ്ടായിരിക്കത്തില്ലടാ. ജയശങ്കർക്ക് മറുപടി പറയാൻ കഴിയും മുമ്പ് ഫോൺ കട്ടായി. ഈ സമയത്ത് തിരുവനന്തപുരത്ത് റിട്ടയേർഡ് DGP മുകുന്ദൻ മേനോന്റെ വീട്ടിൽ ഇരുൾ മാത്രമല്ല, നിമിഷങ്ങൾ പോലും നടുങ്ങി നിൽക്കുകയായിരുന്നു. അധ്യായം 7. തന്റെ സുരക്ഷയ്ക്ക് വീട്ടിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയത് മുൻ DGP മുകുന്ദൻ മേനോന് ഒട്ടും ഇഷ്ടമായില്ലെങ്കിലും
മക്കളുടെയും മരുമക്കളുടെയും നിർബന്ധത്തിന് വഴങ്ങി എല്ലാം സമ്മതിക്കുകയായിരുന്നു. എന്നിരുന്നാലും എത്രയൊക്കെ സുരക്ഷിത വലയത്തിനുള്ളിൽ കഴിഞ്ഞാലും മരിക്കാനാണ് തനിക്ക് വിധിയെങ്കിൽ തീർച്ചയായും അത് തന്നെ സംഭവിക്കുമെന്ന കാര്യത്തിൽ മുകുന്ദൻ മേനോന് യാതൊരു സംശയവുമില്ലായിരുന്നു. റെഡ് വൂൾഫ് തന്റെ ചോരയ്ക്കായി ദാഹിച്ചു നടക്കുകയാണെന്ന് ഇപ്പോൾ അദ്ദേഹത്തിനും തോന്നി തുടങ്ങിയിരിക്കുന്നു. ദിവസം 2 തവണയെങ്കിലും അവരുടെ ഫോൺ കോളുകൾ മേനോനെ തേടിയെത്തും. ഇപ്പോഴിപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ ഫോൺ ബെല്ലടിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് അരോചകമായി മാറിയിരിക്കുന്നു. അരുന്ധതിയും പൂജയും മേനോനെ പലവട്ടം നിർബന്ധിച്ചു നിരഞ്ജനെയോ ജയശങ്കറെയോ വിവരമറിയിക്കുവാൻ. പക്ഷേ മേനോൻ സമ്മതിച്ചില്ല. അദ്ദേഹം അനുവദിക്കാതെ അവർക്ക് അങ്ങനെ ചെയ്യാനാവില്ലല്ലോ. ഇതിനിടെ ചീഫ് മിനിസ്റ്റർ യൂനുസ് കുഞ്ഞും പലതവണ മേനോനെ ഫോണിൽ വിളിച്ച് ധൈര്യം പകർന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇരുട്ടിനെ പോലും നടുക്കിയ ആ സംഭവം ഉണ്ടായത്. രാത്രി ഏതാണ്ട് 1 മണി കഴിഞ്ഞു. വിളറി വെളുത്തു നിൽക്കുകയാണ് പുറത്തെ ലൈറ്റുകൾ. 2 കോൺസ്റ്റബിൾസ് ഡ്യൂട്ടിയിലുണ്ട്. 4 മണിക്കൂർ ഇടവിട്ടാണ് ഈ 2 പേർക്ക് ഡ്യൂട്ടി. പൊടുന്നനെയാണ് ചീറിയെത്തിയ ഒരു ടെമ്പോ വാൻ ഗേറ്റിന് മുന്നിൽ ബ്രേക്കലറി നിന്നത്. കോൺസ്റ്റബിൾ പിടഞ്ഞുണർന്നു. തോക്കുകളിൽ പിടിമുറുക്കി. വാനിന്റെ ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. കോൺസ്റ്റബിൾസ് ജാഗ്രതയോടെ നിൽക്കുകയായിരുന്നു. പക്ഷേ വാനിൽ നിന്നും ആരും ഇറങ്ങുന്നത് കണ്ടില്ല. അവർ മുഖാമുഖം നോക്കി. പിന്നെ പതിയെ ഗേറ്റിലേക്ക് ചുവടുകൾ വെച്ചു. അപ്പോഴും വാനിൽ നിന്നും ആരും ഇറങ്ങിയില്ല. കോൺസ്റ്റബിൾ ഗേറ്റിന്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. പെട്ടെന്ന് ടെമ്പോ വാനിന്റെ ഗ്ലാസുകൾക്കിടയിലൂടെ തോക്കിൻ കുഴലുകൾ പുറത്തേക്ക് നീണ്ടു. കാതടപ്പിക്കുന്ന വെടിയൊച്ചകൾ ഉയർന്നു. കോൺസ്റ്റബിൾസിന്റെ കൈകളിൽ നിന്നും തോക്കുകൾ വഴുതിപ്പോയി. ശരിക്കൊന്ന് നിലവിളിക്കാൻ പോലും കഴിയും മുമ്പ് അവർ ചോരക്കട്ടകളായി തറയിലേക്ക് ഊർന്നു. മുകുന്ദൻ മേനോൻ ഞെട്ടി ഉണർന്നു. 1 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന് അപകടത്തിന്റെ ഗൗരവം മനസ്സിലായി. ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും വീട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം ഉണർന്നു കഴിഞ്ഞിരുന്നു. മേനോൻ അവരെയെല്ലാം ഏറ്റവും അകത്തെ മുറിയിലേക്ക് മാറ്റി. പിന്നെ തന്റെ റിവോൾവർ എടുത്തു. അപ്പോൾ ടെമ്പോ വാനിൽ നിന്നും ചാടിയിറങ്ങിയ ഒരു സംഘം ആയുധധാരികൾ ഗേറ്റ് ചാടിക്കടന്ന് വീടിന് നേരെ കുതിച്ചു വരികയായിരുന്നു. മുകുന്ദൻ മേനോന്റെ വീടിന്റെ വാതിലിൽ അവർ ആഞ്ഞാഞ്ഞടിച്ചു. കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിച്ചു. പൊടുന്നനെ എന്തോ ചിന്തിച്ച മുകുന്ദൻ മേനോൻ ടേബിൾ ലാമ്പിനുള്ളിൽ ഒരു നാണയം തിരുകി. ആ കെട്ടിടത്തിലെ വൈദ്യുതി ബന്ധം അപ്പാടെ വിച്ഛേദിച്ചു. ശത്രുക്കൾ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവർ ഒന്ന് പതറി. മുകുന്ദൻ മേനോൻ സാധാരണക്കാരനല്ലെന്ന് അവർക്കറിയാം. വൈകിയാൽ അത് അപകടമാണ്. തോക്കിന്റെ ബാരലുകൾ വാതിലിനും ജനാലയ്ക്കും നേരെ തിരിഞ്ഞു. ഇരുളിൽ തീപ്പൊരികൾ ചിതറി. ജനൽ ഗ്ലാസുകൾ വല്ലാത്ത ശബ്ദത്തോടെ ചിതറിത്തെറിച്ചു. ഭിത്തിയിലെ സിമന്റ് അടർന്നു വീണു. വാതിൽ പാളി അടർന്നമർന്നു. അവർ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ അകത്തെ ഇരുളിൽ എവിടെയോ നിന്ന് ഒരു ബുള്ളറ്റ് ചീറിയെത്തി. ഭീകരന്മാരിൽ ഒരാളുടെ ആർത്തനാദം ഉയർന്നു. ആ നിമിഷമാണ് പോലീസ് വാഹനങ്ങളുടെ സിഗ്നൽ കേട്ടത്. അവർ അപകടം മണത്തു. വെടിയേറ്റ് വീണ കൂട്ടാളിയെ സഹായിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. കമോൺ ക്യുക്ക്, ഇരുളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. അവർ റോഡിലേക്ക് ചുവടുകൾ വെച്ചു. പിന്തിരിഞ്ഞു നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഗേറ്റ് ചാടിക്കടന്ന് പുറത്തെത്തി. വാനിലേക്ക് കുതിച്ചു കയറി. അപ്പോഴേക്കും പോലീസ് വാഹനങ്ങളിലെ വെളിച്ചം വാനിനെ തൊട്ടുഴിഞ്ഞു കഴിഞ്ഞു. വേഗം വാൻ മുരർച്ചയോടെ മുന്നോട്ട് നീങ്ങി. അതിനിടെ എത്ര പേർ തിരിച്ചെത്തിയെന്ന് നോക്കാൻ പോലും കഴിയുമായിരുന്നില്ല. പോലീസ് വാഹനങ്ങൾ ബ്രേക്കിട്ടു. അവയിൽ നിന്നും പോലീസുകാർ ചാടിയിറങ്ങി. ഗേറ്റ് ചാടിക്കടന്നാണ് അവരും അകത്തെത്തിയത്. പക്ഷേ ഇരുളിൽ അവരും ഒന്ന് പകച്ചു. മരിച്ചു കിടന്നിരുന്ന കോൺസ്റ്റബിൾസിനെ അതിനാൽ അവർ കണ്ടില്ല. സാർ, മേനോൻ സാർ, CA സിദ്ദിഖ് ശബ്ദമുയർത്തി വിളിച്ചു. അതിനിടെ ഇരുളിൽ അവർ ആരുടെയോ ഒരു ഞരക്കം കേട്ടു. ഒരു പോലീസുകാരൻ ടോർച്ച് തെളിച്ചു. അവിടെ സിറ്റൗട്ടിന് താഴെ ചോരയിൽ കുളിച്ച ഒരാൾ. അനാഥമായ ഒരു സ്റ്റൺ സിറ്റൗട്ടിലും കിടപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും അകത്തുനിന്നും മുകുന്ദൻ മേനോനും ഇറങ്ങി വന്നു. സാർ, കുഴപ്പമെന്തെങ്കിലും? നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. മേനോൻ പെട്ടെന്ന് ഫ്യൂസ് ശരിയാക്കി. വൈദ്യുതി തിരികെ വന്നു. അകത്തുനിന്ന് അരുന്ധതിയും പൂജയും ഇറങ്ങി വന്നു. പുറത്തെ രംഗം കണ്ട് അവർ ഞെട്ടി പിന്നോട്ട് മാറി. വിസിറ്റിംഗ് റൂം മുഴുവൻ ജനാലയുടെ ചില്ലുകൾ ചിതറിക്കിടക്കുകയായിരുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി. പോലീസ് ഓഫീസേഴ്സ് പെട്ടെന്ന് കർമ്മനിരതരായി. ഇതിനിടെ ചേതനയറ്റു കിടക്കുന്ന പോലീസുകാരെയും അവർ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. സിദ്ദിഖ് ആംബുലൻസിന് ഫോൺ ചെയ്തു. സിറ്റി പോലീസ് കമ്മീഷണർക്കും മറ്റും മെസ്സേജ് നൽകി. മുകുന്ദൻ മേനോന്റെ വീട്ടിലേക്ക് പോലീസ് ജീപ്പുകൾ പിന്നെയും കുതിച്ചു വന്നു. പരിക്കേറ്റ ആക്രമണകാരിയെയും ജനങ്ങളും ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കമ്മീഷണറും മറ്റും മേനോനെ സാന്ത്വനിപ്പിച്ചു. വീടിന് കൂടുതൽ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി. മേനോൻ അപ്പോഴും ആത്മസംയമനം പാലിച്ചു നിൽക്കുകയായിരുന്നു.
അടുത്ത ദിവസം കോട്ടയത്തെ പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് ഭരണകക്ഷിക്കാർ നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. അന്ന് നിയമസഭ കൂടുന്ന ദിവസമായിരുന്നു. ഹർത്താൽ ദിവസം മിക്ക അംഗങ്ങളും MLA ക്വാർട്ടേഴ്സിൽ നിന്നും മന്ത്രിമന്ദിരങ്ങളിൽ നിന്നും മറ്റും നടന്നാണ് എത്തിയത്. സ്വന്തം കക്ഷിയിൽപ്പെട്ടവർ തന്നെ ആഭ്യന്തരമന്ത്രി യൂനൂസ് കുഞ്ഞിന് നേരെ വാക്ശരങ്ങൾ അയച്ചു. ധിക്കാരിയായ SP ജയശങ്കർക്കെതിരെ കർശനമായ നടപടിയെടുത്തേ തീരൂ. ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് മന്ത്രി അവർക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഹർത്താൽ ദിവസമായതിനാൽ SP ജയശങ്കർ രാവിലെ തന്നെ ഓഫീസിലെത്തിയിരുന്നു. MLA നാട്ടകം ചന്ദ്രന്റെ ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമെന്ന കാര്യത്തിൽ അയാൾക്ക് തർക്കമേ ഉണ്ടായിരുന്നില്ല. ASP അനിരുദ്ധനെയും DYSP മൈക്കിളിനെയും കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ശബ്ദിച്ചത്. അയാൾ റിസീവർ എടുത്തു. അപ്പുറത്ത് പൂജയാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. പക്ഷേ ഡാഡി വിലക്കിയത് കൊണ്ടാ ഇതുവരെയും ഈ വിവരം പറയാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൂജ തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അയാൾ സ്തബ്ധനായിപ്പോയി. എല്ലാം കേട്ടുകഴിഞ്ഞ് യാന്ത്രികമായി അയാൾ റിസീവർ വയ്ക്കുകയായിരുന്നു. സമയമിഴഞ്ഞു. നാട്ടകം ചന്ദ്രന്റെ ആൾക്കാർ അതിക്രമങ്ങൾ കാട്ടാൻ ശ്രമിച്ചപ്പോഴൊക്കെ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം രംഗം ശാന്തമായി. എന്നിട്ടും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. വൈകിട്ട് SP ഓഫീസിലെ ഫാക്സ് മെഷീനിൽ തലസ്ഥാനത്ത് നിന്നുള്ള ഒരു ഉത്തരവ് തെളിഞ്ഞു. SP ജയശങ്കർക്ക് ട്രാൻസ്ഫർ, തലസ്ഥാനത്തേക്ക് തന്നെ. രാത്രി ഏതാണ്ട് 8 മണിയോടെ ജയശങ്കർ ക്വാർട്ടേഴ്സിലെത്തി. വാതിൽ തുറന്ന് അകത്തേക്ക് കാൽവെച്ചു. അപ്പോൾ അകത്തെ ഇരുളിൽ നിന്നൊരു ആഘാതം പറന്നെത്തി. അവ്യക്തമായൊരു വിലാപത്തോടെ ജയശങ്കർ സിറ്റൗട്ടിലേക്ക് മലർന്നു വീണു. അധ്യായം 8. ഒരു നിമിഷത്തേക്ക് എന്താണുണ്ടായതെന്ന് SP ജയശങ്കർക്ക് വ്യക്തമായില്ല. സിറ്റൗട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അയാൾ വാതിലിനപ്പുറത്തെ ഇരുളിലേക്ക് തുറച്ചു നോക്കി. അവിടെ ഒന്നും കണ്ടില്ല. ഏതായാലും അകത്ത് ശത്രുവുണ്ടെന്ന് ഉറപ്പ്. ശ്രദ്ധയോടെ എണീറ്റ് നിൽക്കുന്നതിനിടയിൽ ജയശങ്കർ അരയിലെ തുകൽ ഉറയിൽ നിന്നും റിവോൾവർ വലിച്ചെടുത്തു. മുന്നിലെ ഇരുളിൽ ഒരു ചലനം പ്രതീക്ഷിച്ചുകൊണ്ട് റിവോൾവർ നീട്ടിപ്പിടിച്ചു മുന്നോട്ടെടുത്തു. പക്ഷേ ഇത്തവണയും പതറിപ്പോയി. വാതിലിന് പിന്നിൽ നിന്നെത്തിയ മറ്റൊരാഘാതം കയ്യിൽ ആഞ്ഞു വീണു. റിവോൾവർ തെറിച്ചുപോയി. മച്ചിൽ ചെന്ന് അത് തട്ടി എവിടെയോ വീഴുന്ന ശബ്ദം കേട്ടു. പക്ഷേ അതിനിടയിൽ അയാൾ ശത്രുവിന്റെ സ്ഥാനം മനസ്സിലാക്കിയിരുന്നു. കൈ തറയിൽ കുത്തി ഒരു കരണം മറിഞ്ഞ് തറയിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് അയാൾ കാൽ ആഞ്ഞു വീശി. ശത്രു തന്റെ മേലേക്ക് മറിയുന്നുവെന്ന് തോന്നിയ അയാൾ ചടുതിയിൽ തെന്നിമാറി. ആ ക്ഷണം അയാൾക്കരികിൽ ചാക്കുകെട്ട് കണക്കെ ആരോ വീണു. ജയശങ്കറുടെ പിന്നീടുള്ള നീക്കം വളരെ വേഗത്തിലായിരുന്നു. അയാൾ ശത്രുവിന്റെ മേലേക്ക് കുതിച്ചു കയറി. ഉരുക്കുമുഷ്ടികൾ അവനിലേക്ക് പലതവണ ചീറിയെത്തി. ശത്രുവിന്റെ അടക്കിയ വിലാപം കാതുകളിലെത്തി. ജയശങ്കർ അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചിട്ട് കഴുത്തിൽ ഒരു ഇടി കൊടുത്തു. ശത്രു ഇനി അത്ര വേഗം എണീൽക്കില്ലെന്ന് അയാൾക്കുറപ്പായി. യാതൊരു ധൃതിയും കൂടാതെ എണീറ്റ് ഭിത്തിയിലെ സ്വിച്ചമർത്തി. ലൈറ്റ് തെളിഞ്ഞു. ജയശങ്കർ നോക്കി. ഒത്ത ഉയരവും വണ്ണവുമുള്ള ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നു. ജീൻസും ടീഷർട്ടും വേഷം. പറ്റയല്ലാതെ വെട്ടിയ തലമുടി. ജയശങ്കർ അവന്റെ മുഖം കാൽകൊണ്ട് തട്ടിത്തിരിച്ചു നോക്കി. അസ്പഷ്ടമായ ഒരു ശബ്ദം ജയശങ്കറിൽ നിന്നുയർന്നു. കുമരകം രാഘവൻ, ഒരുപാട് കുത്തുകേസുകളിലെ പ്രതി. പല കൊലപാതകങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നിനും തെളിവുകളില്ല. ഇപ്പോഴും 10ഓളം കേസുകൾ നിലവിലുണ്ട്. പരോളിൽ ഇറങ്ങിയിട്ട് 3 ദിവസമേ ആയുള്ളൂ. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് ജയശങ്കർ ഓർത്തു. കുമരകത്തെ പ്രധാന ഗുണ്ടയാണ് രാഘവൻ. പണം കൊടുത്താൽ എന്തും ചെയ്യും. ഇവൻ തന്നെ ആക്രമിക്കാൻ വന്നതിന്റെ കാരണം ഒറ്റ നിമിഷത്തിൽ ജയശങ്കർക്ക് മനസ്സിലായി. MLA നാട്ടകം ചന്ദ്രൻ. ജയശങ്കർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പിന്നെ ഇത്തിരി വെള്ളമെടുത്ത് അയാളുടെ മുഖത്ത് തളിക്കാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായാണ് അയാൾ ചാടി എണീറ്റതും ഇരുളിലേക്ക് ഓടിയതും. ജയശങ്കർക്ക് തടയാൻ കഴിഞ്ഞില്ല. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അയാൾ തെറിച്ചുപോയ തന്റെ റിവോൾവർ എടുത്തു. പിന്നെ ഫ്രിഡ്ജിൽ നിന്നും അല്പം തണുത്ത വെള്ളമെടുത്ത് കുടിച്ചു. 5 മിനിറ്റ് കഴിയും മുമ്പ് പുറത്ത് പോലീസ് ജീപ്പ് ബ്രേക്കിട്ടു. അതിൽ നിന്നും SIയും ഏതാനും കോൺസ്റ്റബിൾസും ഇറങ്ങി. സാർ, ഇര രക്ഷപ്പെട്ടടോ. നേർത്ത ചിരിയോടെ അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് പോകാം സാർ. അവർ പോയി. അപ്പോൾ തന്നെ ജയശങ്കർ DYSP മൈക്കിളിനെ വിളിച്ചു. മൈക്കിളെ, തിരുവനന്തപുരത്തേക്ക് മടങ്ങും മുമ്പ് എനിക്ക് അത്യാവശ്യമായി ഒരു ജോലി തീർക്കാനുണ്ട്. ഒന്നും ബാക്കി വെച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ സാർ. ഇപ്പോൾ MLA നാട്ടകം ചന്ദ്രൻ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. തികച്ചും കോൺഫിഡൻഷ്യൽ. സാർ, എന്തെങ്കിലും കുഴപ്പം? നത്തിങ്. അയാൾ എനിക്കൊരു സമ്മാനം കൊടുത്തു വിട്ടു. അതങ്ങ് തിരിച്ചു കൊടുക്കാനാ.
മൈക്കിൾ പിന്നെ എന്തെങ്കിലും ചോദിക്കും മുമ്പ് തന്നെ ജയശങ്കർ ഫോൺ വെച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മൈക്കിളിന്റെ മെസ്സേജ് ജയശങ്കറെ തേടിയെത്തി. MLA നാട്ടകം ചന്ദ്രൻ കോട്ടയം മാർക്കറ്റിനോട് ചേർന്നുള്ള ഒരു പഴയ കെട്ടിടത്തിലുണ്ട്. ഒപ്പം ചില പാർട്ടി പ്രവർത്തകരും. അവർക്ക് മുന്നിലെ മേശയിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പി. ഒരു പ്രവർത്തകൻ പുതിയ കുപ്പിയും സോഡയും മറ്റും കൊണ്ടുവന്ന് വെച്ചു. അയാൾ തന്നെ കുപ്പി തുറന്ന് ഗ്ലാസ്സിലേക്ക് പകർന്ന് സോഡ കലർത്തി. നാട്ടകം ചന്ദ്രൻ ഗ്ലാസ് ഉയർത്തി ഒരു കവിൾ അകത്താക്കി. പിന്നെ കാറി തുപ്പി. ഹു, ഒരു SP വന്നിരിക്കുന്നു. കണ്ടോടാ, 24 മണിക്കൂറിനുള്ളിൽ അവനെ കെട്ടുകെട്ടിച്ചത്. നിയമസഭ കൂടിയിട്ടും ഞാൻ അങ്ങ് ചെല്ലാഞ്ഞത് എന്താണെന്ന് CM ഫോണിലൂടെ ചോദിച്ചപ്പോൾ ആദ്യം അവനെ അങ്ങ് കൊണ്ടുപോ, പിന്നാലെ ഞാനെത്താമെന്ന് മാത്രമേ മറുപടി പറഞ്ഞുള്ളൂ. കണ്ടോ കളി. ഈ നേരത്ത് അടഞ്ഞു കിടന്നിരുന്ന വാതിലിൽ തുടരെ മുട്ടുകേട്ടു. എല്ലാവരും ഒന്നുപോലെയാണ് ഞെട്ടിത്തിരിഞ്ഞ് അവിടേക്ക് നോക്കിയത്. പിന്നെയും തട്ടു തുടരുകയാണ്. ഏവരും മുഖാമുഖം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ശത്രുക്കളാരും ഒരിക്കലും ഇവിടേക്ക് വരാൻ ധൈര്യപ്പെടില്ലെന്ന് അവർക്കറിയാം. ഇവിടെ ഇങ്ങനെ ഒരു രഹസ്യ സങ്കേതം ഉണ്ടെന്നത് അടുപ്പമുള്ള കുറെ പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. താനും രാഘവനായിരിക്കും. ചെന്ന് വാതിൽ തുറക്കടാ, MLA പറഞ്ഞു. ഒരാൾ ചെന്ന് വാതിൽ തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ അത് രാഘവൻ തന്നെയായിരുന്നു. പക്ഷേ അയാൾ അകത്തേക്ക് വന്നപ്പോൾ ഏവരും ഞെട്ടി. മുഖം നിറയെ ചോര. എന്താടാ, എന്താ ഉണ്ടായത്? നാട്ടകം ചന്ദ്രൻ ചാടി എണീറ്റു. മറുപടി പറയാൻ കഴിയാതെ അയാൾ നിന്ന് കിതച്ചു. ചന്ദ്രൻ ഒരു സോഡയെടുത്ത് നീട്ടി. ഇത് കുടിച്ചിട്ട് പറയടാ. രാഘവൻ സോഡ വായിലേക്ക് കമഴ്ത്തി. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി സാർ. ഇരുളിൽ അയാൾ അങ്ങനെ ആക്രമിക്കുമെന്ന് കരുതിയിരുന്നതേയില്ല. എന്ന് വച്ചാൽ ആ നായിന്റെ മോന്റെ തൊഴിയും വാങ്ങിച്ചോണ്ട് നീങ്ങി പോന്നെന്ന് അല്ലേടാ? അല്ല, പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് അയാളെ സൽക്കരിക്കാനായില്ല. എങ്കിലും അയാൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നാട്ടകം ചന്ദ്രന് തെല്ല് ആശ്വാസം തോന്നി. അത്രയെങ്കിലും ആയല്ലോ. ഈ നേരത്താണ് മാർക്കറ്റിലേക്ക് ആ പോലീസ് ജീപ്പ് വെട്ടിത്തിരിഞ്ഞു വന്നത്. ആ കെട്ടിടത്തിന് മുന്നിൽ അത് ബ്രേക്കിട്ടു. SP ജയശങ്കർ ഇറങ്ങി. ട്രാൻസ്ഫർ ആയതിനാൽ ജയശങ്കർ സുമോ ഉപയോഗിച്ചില്ല. പകരമാണ് ജീപ്പ് കൊണ്ടുവന്നത്. അകത്തുള്ളവർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലിനി നീ പൊയ്ക്കോ രാഘവ, നാളെ കാണാം, നാട്ടകം ചന്ദ്രൻ പറഞ്ഞു. ശരി സാർ. അയാൾ പുറത്തേക്ക് നടക്കാൻ തിരിഞ്ഞതേയുള്ളൂ. വല്ലാത്തൊരു ശബ്ദത്തോടെ വാതിൽ തകർന്നു വീണു. ഏവരും കിടുങ്ങിപ്പോയി. ഞെട്ടൽ പൂർണ്ണമാകും മുമ്പ് തന്നെ അകത്തേക്ക് കനത്ത കാലടികളോടെ കയറി വന്ന ആ മനുഷ്യനെ അവർ കണ്ടു. ജയശങ്കർ. വിലാപം പോലെയാണ് നാട്ടകം ചന്ദ്രന്റെ നാവിൽ നിന്നും ശബ്ദമുയർന്നത്. അപ്പോൾ ജയശങ്കറുടെ കയ്യിൽ ഒരു ക്യാമറ മിന്നി. പിന്നെ അയാളത് കീശയിൽ തിരുകി. നാളെ എനിക്കെതിരെ ഒരു ഹർത്താൽ ഉണ്ടാകരുതല്ലോ. ആവശ്യം വന്നാൽ ജനപ്രതിനിധിയുടെ പരിപാടി എന്താണെന്ന് വോട്ട് തന്ന് ജയിപ്പിച്ച കഴുതകൾ കൂടി അറിയട്ടെ. ജയശങ്കർ 2 അടി കൂടി മുന്നോട്ട് നീങ്ങി. നീ ഇവിടെ തന്നെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു രാഘവ. മാത്രവുമല്ല, ഇപ്പോൾ വന്നാൽ നിന്നെ എന്റെ അരികിലേക്ക് അയച്ചവരെയും നേരിൽ കാണാമെന്ന് ഞാൻ കരുതി. ഏതായാലും അതുപോലെ തന്നെ സംഭവിച്ചു. മിസ്റ്റർ ജയശങ്കർ, എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് നിങ്ങൾക്കിനിയും മനസ്സിലായിട്ടില്ലേ? നാട്ടകം ചന്ദ്രൻ ശബ്ദമുയർത്തി. മനസ്സിലായേ? അതുകൊണ്ടല്ലേ ഒരു മുൻകരുതലായി വന്നപ്പോൾ തന്നെ ഞാൻ നിന്റെ ഫോട്ടോ എടുത്തത്. അതുകൊണ്ടല്ലേ അങ്ങ് തലസ്ഥാനത്തേക്ക് പോകും മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ വന്നത്. ജയശങ്കർ സംസാരിക്കുന്നതിനിടയിൽ ഓരോ അടിയും മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ അയാൾ MLA നാട്ടകം ചന്ദ്രന്റെ തൊട്ടുമുന്നിൽ എത്തിക്കഴിഞ്ഞു. അടിയൻ ഒരു സമ്മാനം തരാനാണ് വന്നത്. അങ്ങത് സ്വീകരിക്കുമോ ആവോ? ചന്ദ്രൻ എന്തെങ്കിലും സംസാരിക്കും മുമ്പ് തന്നെ ജയശങ്കറുടെ ചുരുട്ടിയ കൈത്തലം ഒരു ഉൽക്കയായി ചീറിച്ചെന്നു. അമ്മേ! അടക്കിയ നിലവിളിയോടെ അയാൾ പിന്നോട്ട് വേച്ചു. നായേ, ഞങ്ങളുടെ താവളത്തിൽ വന്നിട്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ നീ? കുമരകം രാഘവനും മറ്റു പാർട്ടി പ്രവർത്തകരും അയാൾക്ക് നേരെ ചാടി വീണു. പിന്നെ കൂറ്റൻ സംഘട്ടനമായിരുന്നു. പൊടിപടലങ്ങൾ ഇളകി. തറയിൽ വീണ കുമരകം രാഘവൻ പൊടിപടലങ്ങൾക്കിടയിലൂടെ പുറത്തേക്കോടി. ജയശങ്കർ നാട്ടകം ചന്ദ്രനെ ഉയർത്തി ഒരു കസേരയിലേക്കിട്ടു. തല്ലല്ലേ? അയാൾ കൈകൂപ്പി. അപ്പോൾ നിനക്ക് യാചിക്കാനും അറിയാം അല്ലേടാ? അല്ലെങ്കിലും തൽക്കാലം നിന്നെ ഞാൻ വിടുന്നു. ഇനി എനിക്കെതിരെ ഒരക്ഷരം ശബ്ദിച്ചാൽ നിന്റെ വൃത്തികെട്ട നാവ് ഞാൻ ബാക്കി വെക്കില്ല. ഓർമ്മയിരിക്കട്ടെ. ജയശങ്കർ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. അയാളുടെ കാൽക്കീഴിൽ തറ ഞെരിഞ്ഞമർന്നു. ബാക്കി ഭാഗം നാളെ.